ഗുരുഭൂതരെ, ഭക്തജനങ്ങളെ, പുണ്യാത്മാക്കളെ, തെക്കൽ കുവൈറ്റ് ഇക്കൊല്ലം അവതരിപ്പിക്കുന്ന പുണ്യപുരാണ നൃത്ത സംഗീത ചരിത്ര നാടകം എൻഡോസൾഫാൻ. ഈ നാടകത്തിലെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഗാനരചന വയലാർ രാമവർമ്മ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അനിൽ പനച്ചൂരാൻ, ONV കുറുപ്പ്, വയലാർ ശരത് വർമ്മ. സംഗീതം ദേവരാജൻ, K. രാഘവൻ, ജാസി ഗിഫ്റ്റ്, മോഹൻ സിത്താര, രവീന്ദ്രൻ, വിദ്യാസാഗർ. നൃത്ത സംവിധാനം ജ്യോതി, രതി. ശബ്ദവും വെളിച്ചവും ജിൻസൺ കാലടി. ചമയം അജയ് ഘോഷ് ഇടപ്പള്ളി. തിരശീല ക്രമീകരണം സുഗുണൻ വെളിയമറ്റം. വിവരണം ഷൗക്കത്ത് ആലി എടവനക്കാട്. ശബ്ദമിശ്രണം വിശാഖ് കോട്ടപ്പുറം. രംഗപടം ആർട്ടിസ്റ്റ് സുരേന്ദ്രൻ. നാടകരചന സംവിധാനം ജോണി ചിറയത്ത്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനി മൂലം ദുരിതമനുഭവിച്ച് മരിച്ചുപോയവർക്കും ഇപ്പോൾ ഹതഭാഗ്യരായി ജീവിച്ചിരിക്കുന്നവർക്കും ഇനി അനുഭവിച്ചു തീർക്കേണ്ട ജനിക്കാൻ പോകുന്നവർക്കും വേണ്ടി ഈ നാടകം ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുഗ്രഹാശിസ്സുകളോടെ ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കട്ടെ. എൻഡോസൾഫാൻ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ, പൂരങ്ങളുടെ നാടായ, മതസൗഹാർദ്ദത്തിന്റെ പര്യായമായ തൃശൂരിൽ പണ്ട് ഒരു രാജാവ് വാണിരുന്നു. ഏഴ് കലകളിലും 7 വർണ്ണങ്ങളിലും 7 സ്വരങ്ങളിലും പ്രാവീണ്യം നേടിയ 7ാം തമ്പുരാൻ, വലിയ വലിയ തൃശ്ശിവവർമ്മ കോയിത്തമ്പുരാൻ. അദ്ദേഹത്തിന് ഒരു ഭാര്യയുമുണ്ടായിരുന്നു. റോസപ്പൂവിന്റെ നൈർമല്യവും മുല്ലപ്പൂവിന്റെ സുഗന്ധവുമുള്ള അതീവ സുന്ദരി മഞ്ചേരി മാണിക്യം അമ്മ തമ്പുരാട്ടി. മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിച്ച് അനുരാഗവിലോചനരായി നടന്ന അവരുടെ പഴയ കാലം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം.
വന്നില്ലേ മഹാറാണി? പാത്തമർമ്മി രാജമർമ്മി കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ മുകുന്ദൻ ഗുരുക്കളുടെ അടുത്ത് ക്രിക്കറ്റ് പ്രാക്ടീസിന് പോയിരിക്കുകയാണ് മഹാരാജൻ. ഈശ്വര, മുകുന്ദൻ ഗുരുക്കളുടെ ഗതികേട് തന്നെ വരുമ്പോ എന്റെ രണ്ട് മക്കൾക്കും? അതാ നമ്മുടെ മക്കള് വരുന്നുണ്ടല്ലോ. കണ്ടോ കണ്ടോ ഇവർ തല്ലുകൂടുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവരെ നോക്കാനായി ഒരാളെ കൊണ്ടുവരണമെന്ന്. എന്റെ ആഗ്രഹം നിറവേറ്റി തരില്ലേ മഹാരാജൻ? എങ്കിൽ കാതിംബിസയിൽ ഒരു മെയ്ഡിന് കൊണ്ടുവരാം. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഇതിനു മുമ്പ് നമ്മുടെ രണ്ട് മക്കളെയും നോക്കാനായി വന്ന വേലക്കാരി ഒരു കൊല്ലം കഴിഞ്ഞപ്പോ സ്വന്തം രണ്ടു മക്കളെയും കൊണ്ടല്ലേ തിരിച്ചു പോയത്? ഈശ്വര, പഴയ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കല്ലേ മഹാറാണി. ഞങ്ങൾക്ക് പേടിനെ തന്നെ മതി, ഞങ്ങൾക്ക് പേടിനെ തന്നെ മതി. അച്ഛന്റെ മക്കള് തന്നെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ല, എന്നാലും മേടിനെ തന്നെ മതി, മേടിനെ തന്നെ മതി. ആരെവിടെ? ഞാനിവിടെ ഉണ്ട് മഹാരാജാവല്ലാതെ വേറെ ആണുങ്ങൾ ആരും ഇല്ലല്ലോ. ആരാണത്? അത് നമ്മുടെ മന്ത്രിയാ, ചാന്തുപൊട്ട് ചന്തുകുറുപ്പ്. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ? ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ? ദാതരികിടത്തോം മന്ത്രി, നമ്മുടെ ഈ മഹാരാജ്യത്തിലെ വിശേഷങ്ങൾ എന്താണ്? കാര്യങ്ങളെല്ലാം മുറ പോലെ നടക്കുന്നില്ലേ? അതപ്പ നന്നായി. സാമ്പത്തിക മാന്ദ്യം കാരണം കരം പിരിവ് വളരെ കുറവാണ്. പിന്നെ പിന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കീടങ്ങൾ പെരുകിയതിനാൽ വിളവെടുപ്പ് വളരെ മോശമാണ്. മൊത്തത്തിൽ കഷ്ടകാലമാണ്. ഈശ്വര, ഞാൻ എന്താണ് കേൾക്കുന്നത്?
ഇനി എന്താണ് ഒരു പോംവഴി? രാജാവ് ആകുലപ്പെടേണ്ട, ഞാനൊന്ന് തപ്പി നോക്കട്ടെ. നെറ്റില്ലേ എന്തെങ്കിലും വഴി കാണും. പിന്നെ മന്ത്രി, നമ്മുടെ കുമാരന്മാരായ മാത്തനെയും രാജനെയും ട്യൂഷനും ഡാൻസും പഠിപ്പിക്കാൻ ഒരു മെയ്ഡിനെ വേഗം തന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുവരണം. ഞാനുള്ളപ്പോ വേറെ മെയ്ഡോ? വിമലയിൽ നിന്നോ അമലയിൽ നിന്നോ? നീ എവിടെ നിന്നെങ്കിലും കൊണ്ടുവാ. എന്റെ ഈശ്വര, കൺഫ്യൂഷനായി. വിമല കോളേജോ അമല കോളേജോ? പോയി വിമല മതി. രാജകുമാരന്മാരെ ട്യൂഷനും ഡാൻസും പഠിപ്പിക്കുവാൻ ഒരു മെയ്ഡിനെ തിരഞ്ഞെടുക്കുവാനായി കൺഫ്യൂഷനോടുകൂടി മന്ത്രി ഇതാ വിമല കോളേജിന്റെ അങ്കണത്തിൽ. പച്ചക്കിളി